നെക്സ്റ്റ് ടോപ്പിക് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ VoIP. ഇത് നമുക്ക് മറ്റൊരു വെബ് ആപ്ലിക്കേഷൻ ഫെസിലിറ്റിയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനായിട്ട് കോൾ ചെയ്യാനും സംസാരിക്കാനും ഈവൻ നമുക്ക് നമ്മുടെ വ്യൂസ് ശരിക്കും ഫോണിൽ വർത്താനം പറയണ പോലെയല്ല, നമുക്ക് നേരിട്ട് കണ്ട് നമുക്ക് വർത്താനം പറയാനുള്ള ഒരു സംവിധാനമാണ് ഈ വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോളിലൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോൺ ടു ഫോൺ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഫോൺ ടു PC, PC ടു PC, അല്ലെങ്കിൽ PC ടു ഫോൺ, ഈ രീതിയിലൊക്കെ നമുക്കിതിനെ യൂസ് ചെയ്യിക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കമ്പ്യൂട്ടറിലൂടെയാണ് കണക്ട് ചെയ്യണം, ആ കമ്പ്യൂട്ടറിലുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, അതായത് മോഡം വഴി കണക്ട് ചെയ്ത് നമ്മൾ ഏതാളെയാണോ വിളിക്കണത്, അപ്പോൾ അയാളുടെ സിസ്റ്റത്തിലുള്ള മോഡം വഴി അയാൾക്ക് ആ കണക്ഷൻ വരുന്നു, അതായത് ഡിജിറ്റൽ സിഗ്നൽസ്. അങ്ങനെ അതുവഴിയാണ് കണക്റ്റഡ് ആവുന്നതും അതുവഴിയാണ് നമുക്ക് വർത്താനം, അതായത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൈപ്പ്, വാട്സാപ്പ്, ഗൂഗിൾ ഹാങ് ഔട്ട്, മെസ്സഞ്ചർ, ഇതുപോലുള്ള എല്ലാ ഇതിലും നമുക്കിത് അവൈലബിൾ ആണ്. ഇനി അപ്പോൾ ഫോൺ ടു ഫോൺ അല്ലെങ്കിൽ PC ടു PC ടു ഫോൺ, ഇങ്ങനെയൊക്കെ നമുക്കിതിനെ ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ കോൾ ചെയ്യണത്, കോൾ സെൻറ്റർ ആപ്ലിക്കേഷൻസ് നമ്മൾ വിളിക്കുന്നത്, ഇതുപോലെയുള്ളതെല്ലാം തന്നെ നമുക്ക് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോളിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്, അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ സ്കൈപ്പിലൂടെ കണക്ട് ചെയ്തിട്ട്, അതല്ലെങ്കിൽ ഗൂഗിൾ ഹാങ് ഔട്ട്സിലൂടെ കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് നേരിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോളിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ച ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? www പഠിച്ചു, ഇമെയിൽ പഠിച്ചു, ചാറ്റ് പഠിച്ചു, അതുപോലെ തന്നെയുള്ളതാണ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഫെസിലിറ്റി. അപ്പോൾ ഈ ഫെസിലിറ്റീസ് എല്ലാം തന്നെ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആണ്. സോ ദാറ്റ് അവർ കമ്മ്യൂണിക്കേഷൻ ഈസ് becoming very fast and smooth.